ക്രിസ്തുയേശുവിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അല്പസമയത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അതിൽ പ്രധാനമായും 4-ാം വാക്യം, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കും കഴിയുകയില്ല. ഈ വേദഭാഗത്ത് ഒന്നാമതായി ദൈവത്തോടു കൂടിയുള്ള വാസത്തിൻ്റെ ഫലകരമായ അനുഭവങ്ങളെക്കുറിച്ചും രണ്ടാമതായി ദൈവസാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന തിക്താനുഭവങ്ങളെക്കുറിച്ചും മുന്തിരിവള്ളിയും ശാഖകളുമായുള്ള ബന്ധത്തോട് ചേർത്ത് പ്രതിപാദിച്ചിരിക്കുന്നു. 15-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് പിതാവായ ദൈവത്തെ തോട്ടത്തിൻ്റെ ഉടമസ്ഥനായും പുത്രനായ ക്രിസ്തുവിനെ മുന്തിരിവള്ളിയായും നമ്മെ ഓരോരുത്തരെയും അതിൻ്റെ ശാഖകളായും ചിത്രീകരിച്ചിരിക്കുന്നു. ദൈവ മനുഷ്യബന്ധത്തിൻ്റെ ഏറ്റവും മനോഹരമായ വിവരണമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. മുന്തിരിവള്ളിയുടെ പ്രത്യേകത എന്താണ്? മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ കൊമ്പുകൾക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധ്യമല്ല. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കുമെന്ന ക്രിസ്തുവിൻ്റെ വാഗ്ദത്ത പൂർത്തീകരണത്തിനായി അനുദിന ജീവിതയാത്രയിൽ ക്രിസ്തുവുമായുള്ള സജീവമായ ബന്ധത്തിൽ പരസ്പരം പൂരകമാകുന്ന ക്രിസ്തു ശുശ്രൂഷ മാതൃകയാക്കി നമ്മെ തന്നെ ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നാം ക്രിസ്തുവിൽ വസിക്കാതെ ഫലം പുറപ്പെടുവിക്കാൻ സാധ്യമല്ല. നാം ക്രിസ്തുവിലും ക്രിസ്തു നമ്മിലും വസിക്കുന്നുവെങ്കിൽ നമുക്ക് ധാരാളം ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമരിയ സ്ത്രീ യഥാർത്ഥ മശീഹായെ കണ്ടുമുട്ടിയപ്പോൾ അവൾ ആ സുവിശേഷം അനേകരെ അറിയിച്ചതുപോലെ നമുക്കും ഫലശൂന്യമായ പുറം മൂടിയിലല്ല, നല്ല ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഭാഗ്യവൃക്ഷമായി ശോഭിക്കുവാൻ ചില സുഹൃത്ത് ഫലങ്ങൾ നമുക്കും കാഴ്ചവെക്കാൻ ഈ നാളുകളിൽ ഒരുങ്ങാം. 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് ആ വക ചേർത്ത് തീയിലിടുന്നു എന്നു പറഞ്ഞിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 75:10 ദുഷ്ടന്മാരുടെ കൊമ്പുകളൊക്കെയും മുറിച്ചു കളയും എന്നതിൽ നിന്നും മുറിച്ചു കളയപ്പെട്ട കൊമ്പുകളെ ദുഷ്ടന്മാരായി രേഖപ്പെടുത്തിയിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 1 ദുഷ്ടന്മാർ കാറ്റുപാറ്റുന്ന പതിർ പോലെ അത്രയെന്നും പറയുന്നു. അപ്പോൾ ദുഷ്ടന്മാരുടെ ഗണത്തിലാണ് നമുക്ക് സ്ഥാനമെങ്കിൽ കാറ്റു പാറ്റിക്കളയുന്ന പതിരായി നാമും മാറും. വീശുമുറുമായി വരുന്ന ന്യായാധിപൻ്റെ മുൻപിൽ നമ്മുടെ സ്ഥാനം എവിടെയാകുമെന്ന് ചിന്തിക്കാം. വിളക്കിൽ എണ്ണയില്ലാത്ത 5 കന്യകമാരെ പോലെ ഒരുക്കമില്ലാത്ത അവസ്ഥയിൽ നമ്മുടെ മുൻപിൽ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെടുമോ? ആദ്യ മാതാപിതാക്കന്മാരായ ആദാമിനും ഹവ്വായ്ക്കും അനുസരണക്കേട് മൂലം ഏദൻ തോട്ടം നഷ്ടപ്പെട്ടതുപോലെ നമുക്കും പറുദീസായുടെ അനുഭവം നഷ്ടപ്പെടുവാൻ ഇടയാകുമോ എന്ന് ശോധന ചെയ്യാം. നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഒരുക്കമുള്ളവരായി വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ, വിനയമുള്ള ഹൃദയത്തോടെ, സ്നേഹത്തോടെ, സത്യസന്ധതയോടെ, നീതിയോടെ വീണ്ടും വരുന്ന ക്രിസ്തുവിനായി നമുക്കൊരുങ്ങാം. ഉടയവൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രം വെട്ടിക്കളയാതെ നിർത്തിയിരിക്കുന്ന നമ്മെ ഏവരെയും താഴ്മയുള്ള മനോഭാവത്തോടെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ആത്മാവിൻ്റെ ഫലവാഹകരായി ക്രിസ്തുവിൽ ശോഭിപ്പാൻ നമുക്കേവർക്കും ഇടയാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു.